അഴിമതിക്കെതിരെ ആഞ്ഞടിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി. ഇപ്പോൾ ഏറ്റവും അവസാനം രാഹുൽ ഗാന്ധിയും അമ്മയും ജയിലിലേക്ക് പോകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്തരം വാർത്തകളാണല്ലോ പുറത്തു വരുന്നത്. അതെ, അതും ഒരു അഴിമതി കേസിൽ, ഒരു തട്ടിപ്പ് കേസിൽ. അതായത് 2000 കോടി രൂപയുടെ ഷെയറുകൾ 50 ലക്ഷം രൂപയ്ക്ക് തട്ടിയെടുത്തു എന്നുള്ളതാണ് കേസ്. വേറൊന്നുമല്ല, നാഷണൽ ഹെറാൾഡ് കേസാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. ആ കേസിൽ ഈ കുറ്റപത്രം റദ്ദാക്കണം, വിചാരണ റദ്ദാക്കണം എന്നൊക്കെ പറഞ്ഞാണ് രാഹുലും അമ്മയും കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കോടതി ഇപ്പോൾ വാദിഭാഗത്തിൻ്റെ, അതായത് പ്രോസിക്യൂഷൻ്റെ ED ആണല്ലോ ഈ കേസ് അന്വേഷിച്ചിരിക്കുന്നത്, അവരുടെ വാദം പൂർത്തിയായി. ഇനി പ്രതിഭാഗത്തിൻ്റെ വാദമാണ് കോടതി കേൾക്കാനുള്ളത്. അതുകൂടെ കേട്ട് കഴിഞ്ഞിട്ട് ഈ കാര്യത്തിൽ വിധി പറയും. ഇപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഓഹരി ഇടപാടാണല്ലോ നടന്നിരിക്കുന്നത്. അപ്പോൾ 1089 ഓഹരികൾ ആകെ ഉള്ളതിൽ ഈ AJL, അസോസിയേറ്റഡ് ജേർണലിസ്റ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് നാഷണൽ ഹെറാൾഡിൻ്റെ ഉടമസ്ഥർ. ആ കമ്പനിയുടെ ഷെയറുകൾ യങ് ഇന്ത്യ എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയിലേക്ക് 50 ലക്ഷം രൂപയ്ക്ക് കൊടുത്തു. എന്നിട്ട് ഈ വ്യാജ വാടക ചീട്ടുകളും വാടക രസീതുകളുമെല്ലാം ഇവർ കുറേ മാസങ്ങളിങ്ങനെ, വർഷങ്ങളിങ്ങനെ കൈമാറി എന്നൊക്കെയാണ് ED പറയുന്നത്. എന്തായാലും ഈ 1089 ഷെയറുകൾ മറ്റാരെയും അറിയിക്കാതെ, 1089 ഓഹരികളുള്ളത് മറ്റാരെയും അറിയിക്കാതെ ഇവർ ഈ ഓഹരികൾ മുഴുവനും യങ് ഇന്ത്യയിലേക്ക് മാറ്റുകയായിരുന്നു ഈ തുച്ഛമായ തുകയ്ക്ക്. ഇതാണ് ഇപ്പോൾ ED അന്വേഷണത്തിന് കാരണമായിരിക്കുന്നത്. അപ്പോൾ ഇത് ED പറയുന്നത്, പ്രതിപക്ഷ പാർട്ടികളെല്ലാം പറയുന്നത് ശരിയാണല്ലേ? ഈ പ്രത്യേകിച്ച് നെഹ്റു കുടുംബവുമായി ബന്ധപ്പെട്ട്, സോണിയയുമായി ബന്ധപ്പെട്ട്, രാഹുലിന്റെ സഹോദരിയുടെ ഭർത്താവുമായി ബന്ധപ്പെട്ട എല്ലാം വലിയ അഴിമതി കഥകൾ ഇടയ്ക്കിടയ്ക്ക് ഉയർന്നു വരികയും ചർച്ചയാകുന്നതും പതിവാണല്ലോ. പക്ഷേ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പറയുന്നു അങ്ങനെയല്ല, ഇത് ഞങ്ങളെ വേട്ടയാടുകയാണ്, രാഷ്ട്രീയമായി വേട്ടയാടാനുള്ള ശ്രമമാണെന്ന് പറയുന്നതെല്ലാം കളവാണെന്ന് തെളിയിക്കുകയാണോ? ഇതിനകത്തൊരു രാഷ്ട്രീയ വേട്ടയും ഇല്ല. വാസ്തവത്തിൽ നാഷണൽ ഹെറാൾഡ് കേസ് തന്നെ എത്ര തവണ മാറ്റിവെച്ചു പല കോടതികളിലായിട്ട്. ഇത് വേട്ടയാടുകയാണെങ്കിൽ ഇങ്ങനെയാണോ? ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് അകത്തിടണ്ടേ? ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് എന്താ ചെയ്തത്? എത്ര നേതാക്കളെയാ ഒരു കാരണവും ഇല്ലാതെ ജയിലിൽ പിടിച്ചിട്ടത്? അവരെല്ലാവരും രാജ്യത്തെന്തോ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാണ് ജയിലിലിട്ടത്. ഇന്ദിരാഗാന്ധിക്ക് രാഷ്ട്രീയ എതിരാളികളെ ഭയമായിരുന്നു എന്നല്ലേ അത് തെളിയിക്കുന്നത്? അങ്ങനെയുള്ളവർ രാഷ്ട്രീയത്തിൽ പോകരുത്. എനിക്ക് ഈ സുഖങ്ങളെല്ലാം അനുഭവിക്കുകയും വേണം, അധികാരം വേണം, പണം വേണം, ഇങ്ങനെ ഭരിച്ച് രസിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ തിരിച്ച് ഇതൊക്കെ കേൾക്കേണ്ടി വരും. അത് സ്വാഭാവികമാണ്. ചെയ്യുമ്പോൾ ശരിയായിട്ട് ചെയ്തില്ല, തെറ്റ് ചെയ്തു, ജനങ്ങൾക്ക് ദ്രോഹം ചെയ്തു എങ്കിൽ നാട്ടുകാരത് വിളിച്ചു പറയും, എതിർക്കും, പ്രക്ഷോഭങ്ങളുണ്ടാകും. അപ്പോൾ അതിനെ നേരിടാൻ തയ്യാറായിരിക്കണം. ഇവിടെ ഈ പറഞ്ഞ പറയുമ്പോൾ പറയും മതേതരത്വം തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം. അല്ല, അതൊക്കെ സ്ഥിരമാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ, 2014 നരേന്ദ്രമോദി സർക്കാർ വന്നു. അതിനു മുമ്പ് ഈ സോണിയ എത്ര വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട് ചികിത്സയ്ക്കെന്നും പറഞ്ഞ്. ആരുടെ ചെലവിലാണ് പോയത് ഇതൊക്കെ? ഏതാണ്ട് 1000 ചില്ലാനം കോടി രൂപയാണ് സോണിയയുടെ ചികിത്സയ്ക്ക്. ഞാൻ കൃത്യമായ സംഖ്യ ഇപ്പോൾ ഓർക്കുന്നില്ല. പണ്ട് ഒരു ചാനൽ ചർച്ചയിൽ BJPയുടെ പ്രതിനിധി MT രമേശ് ഇക്കാര്യം ചോദിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ വക്താവിന് മിണ്ടാട്ടം മുട്ടിപ്പോയി. ഇത്രയും വലിയ 1000 ചില്ലാനം കോടി രൂപ ചിലവാക്കി ചികിത്സിക്കാൻ മാത്രം സോണിയയ്ക്ക് എന്ത് രോഗമാണുള്ളത്? ഇനി അങ്ങനെ അത്രയും കോടി രൂപ ചിലവാക്കി ചികിത്സിച്ചാൽ അത്രയും മാരകമായ രോഗമാണെങ്കിൽ രക്ഷപ്പെടുമോ? അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. ശ്വാസകോശ സംബന്ധമായ രോഗമാണെന്ന് പറയുന്നു, ശരി, സമ്മതിച്ചു. പക്ഷേ ഈ കോടിക്കണക്കിന് രൂപ ചിലവാക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. സഹസ്ര കോടികളാണ് ചിലവഴിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ 2014 മുമ്പ് പ്രിയങ്ക വരയ്ക്കുന്ന ചിത്രങ്ങൾ, അതൊക്കെ വലിയ കോടിക്കണക്കിന് രൂപയ്ക്കാണ് അത് വിറ്റഴിച്ചുകൊണ്ടിരുന്നത്. ഈ 2014 ശേഷം പ്രിയങ്ക പടം വരപ്പ് നിർത്തി, അവസാനിപ്പിച്ചു. അതുപോലെ 2014 മുമ്പ് നമുക്ക് അറിയാവുന്നതാണ്, ഈ ഹരിയാനയിൽ ഗുഡ്ഗാവിലും മറ്റുമൊക്കെ, അതായത് ഡൽഹിയുടെ അതിർത്തിയിൽ വലിയ തോതിൽ ഭൂമി വാങ്ങി ഫ്ലാറ്റുകൾ കെട്ടി മറിച്ചു വിൽക്കുന്ന പണിയായിരുന്നു റോബർട്ട് വാദ്രയ്ക്ക്. ഇപ്പോൾ അദ്ദേഹത്തിന് ഭൂമി വാങ്ങണ്ട, ഫ്ലാറ്റ് നിർമ്മിക്കണ്ട, അത് മറിച്ച് വിൽക്കണ്ട, ഇതൊന്നുമില്ല, എല്ലാ പണിയും നിർത്തി. ഇപ്പോൾ ഇദ്ദേഹം അങ്ങനെ പട്ടിണി കിടക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, റോബർട്ട് വാദ്ര. അപ്പോൾ ഇതൊക്കെ ഈ 2014 മുമ്പ് നടന്ന ഈ തട്ടിപ്പുകളും അഴിമതികളും ഒക്കെ 2014 ശേഷം ഇതൊക്കെ അന്വേഷിക്കും. ഇത് പലതും നരേന്ദ്രമോദി സർക്കാർ പ്രതികാര ചിന്തയോടുകൂടി പെരുമാറുന്നതാണ് എന്ന് പ്രതിപക്ഷവും രാഹുൽ ഗാന്ധിയൊക്കെ ആരോപിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കോടതിയിൽ ഹർജികളായിട്ട് വന്ന് കോടതിയാണ് അന്വേഷിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത്.
കോടതി നിർദ്ദേശം അനുസരിച്ചാണ് ED നാഷണൽ ഹെറാൾഡ് കേസ് അന്വേഷിക്കുന്നത്. അല്ലാതെ EDയുടെ ഇഷ്ടത്തിനനുസരിച്ചോ നരേന്ദ്രമോദി പറഞ്ഞിട്ടോ അല്ല. ഇത് സംബന്ധിച്ച് പരാതി ഉയർന്നു, FIR ഇട്ട് അന്വേഷിക്കുന്നതെല്ലാം കോടതിയുടെ മേൽനോട്ടത്തിലാണ്. പിന്നെ ഇവർ എന്ത് രാഷ്ട്രീയ വേട്ട നടത്തുന്നു എന്നാണ് ഇവർ ഈ പറയുന്നത്. ഈ അമ്മയ്ക്കും മക്കൾക്കും ഉളുപ്പ് ശകലമെങ്കിലും ഉണ്ടോ? ഈ രാജ്യത്ത്, അതും ഈ രാജ്യത്തേക്ക് വിവാഹം കഴിച്ചു വന്ന ഒരു സ്ത്രീയാണ് ഈ സോണിയ. അവരുടെ ഭർത്താവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു എന്നുള്ളതാണ് അവർക്കുള്ള മെറിറ്റ്. അതിൻ്റെ പേരിൽ ഈ രാജ്യത്തെ കട്ടുമുടിക്കാനും വിറ്റു തുലയ്ക്കാനും ഒക്കെ അവർക്ക് ആരെങ്കിലും അധികാരം കൊടുത്തിട്ടുണ്ട് എന്നവർ ധരിക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. ഈ രാജ്യത്തിൻ്റെ പരമാധികാരികൾ എന്ന് പറയുന്നത് 145 കോടി ജനങ്ങളാണ്. അവരാണ് ഇവിടുത്തെ ദൈവങ്ങൾ, അവരാണ് ജനാധിപത്യത്തിലെ ദൈവങ്ങൾ, അവരാണ്. അപ്പോൾ അവരെ മുഴുവനും വെറും ഊശിയാക്കിക്കൊണ്ട് ഈ തട്ടിപ്പിനിയും തുടരാം എന്നാണ് ഇവർ ധരിച്ചിരിക്കുന്നതെങ്കിൽ തെറ്റിപ്പോയി. അതിന് നടക്കില്ല. കാരണം കേസ് അത്ര വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ നമ്മുടെ EDക്ക് വേണ്ടി ഹാജരായത് അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജുവാണ്. അപ്പോൾ അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, ഇന്ന് തന്നെ ഈ പ്രതിഭാഗത്തിൻ്റെ വാദം തുടങ്ങും. അത് എത്ര ദിവസം നീണ്ടു നിൽക്കും എന്ന് നമുക്കറിയില്ല. ഈ പ്രതിഭാഗത്തിന് വേണ്ടി മനു അഭിഷേക് സിംഗ്വിയാണ് ഹാജരാകുന്നത്, രാഹുലിനും സോണിയയ്ക്കും വേണ്ടിയിട്ട്. ആ വാദം കൂടെ കേട്ടതിന് ശേഷം ജഡ്ജി തീരുമാനിക്കും. വിശാൽ ഗോഗ്നെ ആണ് ജഡ്ജി. അദ്ദേഹം ഈ കുറ്റപത്രം സ്വീകരിക്കരുത്, ഇപ്പോൾ ഇവർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് ED. ആ കുറ്റപത്രം സ്വീകരിക്കരുത്, അത് റദ്ദ് ചെയ്യണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് കോടതി ഇതിനു ശേഷം ഈ വാദം കൂടെ കേട്ട പ്രതിഭാഗത്തിന് പറയാനുള്ള പ്രതിഭാഗ അഭിഭാഷകൻ്റെ വാദം കൂടി കേട്ടതിന് ശേഷം തീരുമാനിക്കും. ഞാൻ പറയുന്നത്, ഒരു കേസ് വന്നു, എന്താണ് അത് ധീരമായിട്ട് നേരിടണം, അല്ലേ? ഈ രാജ്യത്ത് നിയമവ്യവസ്ഥയുള്ള രാജ്യമല്ലേ. ഇവിടെ ആർക്കും അങ്ങനെ ഈ തട്ടിപ്പ് ഇതൊന്നും നടത്തി ഇല്ലാത്ത തെളിവുകളൊക്കെ ഉണ്ടാക്കി വ്യാജ തെളിവുകളൊക്കെ ഹാജരാക്കി ആരെയും അങ്ങനെ ശിക്ഷിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഇവർ ചെയ്യുന്നതല്ല. അന്വേഷണം വരുമ്പോൾ തന്നെ അന്വേഷണം തടയണം. ഇതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ നിരപരാധികളാണ്. നിങ്ങൾ നിരപരാധികളാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതിയോ? അതിവിടെ ഒരു അന്വേഷണ ഏജൻസി ഇല്ലേ, അവരന്വേഷിക്കട്ടെ, അന്വേഷിച്ചിട്ട് പറയട്ടെ. ഇനി നിങ്ങൾ നിരപരാധികളാണെങ്കിൽ ശരി, അല്ല അപരാധികളാണെങ്കിൽ തുടർ നടപടികളുണ്ടാവും. അതല്ലേ ചെയ്യേണ്ടത്. ഇവിടെ ഒരു സാധാരണ പൗരന് ഒന്ന് ആലോചിച്ച് നോക്കൂ, എനിക്കോ ശ്രീജിത്തിനെതിരെ ഒരു കേസ് വന്നു, നമ്മൾ എന്ത് ചെയ്യും? പോലീസ് വന്നു, നമ്മൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങാമെന്നാണെങ്കിൽ നമ്മൾ സ്റ്റേഷൻ ജാമ്യത്തിൽ. ഇതുമായി ബന്ധപ്പെട്ട് അന്ന് ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ തന്നെ കണ്ടിട്ടില്ലേ, അതെ, ഇന്ത്യയിൽ ഉടനീളം വലിയ കോലാഹലം, പിന്നെ ബന്ധു നടത്താൻ ഒരുങ്ങുന്നു. ഇതൊക്കെ ആരെ കാണിക്കാനാണ് ഈ തട്ടിപ്പൊക്കെ നടത്തുന്നത്? നിങ്ങളുടെ പുറംപൂച്ചെല്ലാം പൊളിഞ്ഞു. ഇന്ത്യയിലെ ജനങ്ങൾ അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇനി നിങ്ങൾക്ക് ആകെ ചെയ്യാനുള്ളത് കോടതിയിൽ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക. നിരപരാധികളാണെങ്കിൽ കോടതിയിൽ നിന്ന് നിങ്ങൾ വിടുതൽ കിട്ടും. അല്ലാതെ നിങ്ങൾ ഈ അന്വേഷണ ഏജൻസികളെ ഭീഷണിപ്പെടുത്താൻ പോവുക, ഈ അന്വേഷണം തന്നെ തടയണമെന്നാവശ്യപ്പെട്ട് നിരന്തരം ഹർജികൾ, നിരന്തരം സുപ്രീം കോടതി ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ച് ജഡ്ജിയെ കൊണ്ട് വാദം കേൾക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ ഇത് പോയിട്ടുണ്ട്. അപ്പോൾ അമ്മയും മകനും ഇനി തിഹാർ ജയിലിൽ കിടന്ന് ഉണ്ട തിന്നാനുള്ള യോഗം ഉണ്ടെങ്കിൽ അത് ആർക്കും തടയാനൊന്നും പറ്റത്തില്ല. മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കേണ്ട കാര്യമുള്ളൂ. നിങ്ങളുടെ മടിയിൽ കനമുണ്ട്, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സോണിയ ആയാലും രാഹുലായാലും ഏത് ദേവേന്ദ്രൻ്റെ അച്ഛൻ മുത്തുപ്പട്ടരാണെങ്കിലും ശരി ശിക്ഷിക്കപ്പെടും. അത് പ്രകൃതി നിയമമാണ്. നാളെ അത് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഒക്കെ ബാധകമാണ്. ആരും ഇതിൽ നിന്ന് മുക്തരല്ല. അങ്ങനെ ഒരു പ്രാപഞ്ചിക പ്രതിഭാസമുണ്ട്, ദൈവനീതി എന്നൊക്കെയാണ് അതിന് പറയുക. അത് ഒരിക്കലും സത്യത്തെ ഒരിക്കലും നമുക്കങ്ങനെ മറച്ചു വെക്കാനോ തോൽപ്പിക്കാനോ പറ്റില്ല. നമ്മുടെ ഋഷിമാർ പറഞ്ഞത് വളരെ ശരിയാണ്. സത്യമേവ ജയതേ ന അനൃതം. സത്യമേ ജയിക്കുകയുള്ളൂ, അനൃതം അസത്യം ഒരിക്കലും ജയിക്കില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അത് മുണ്ടകോപനിഷത്തിലെ എന്തോ ഒരു വാചകമാണത്. അതുകൊണ്ട് ഈ തട്ടിപ്പൊന്നും ഇനിയും പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. എന്തായാലും വൈകാതെ തന്നെ ഈ കുറ്റപത്രം റദ്ദാക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. കുറ്റപത്രം റദ്ദാക്കിയാൽ ED ഉയർന്ന കോടതികളിലേക്ക് പോകും. അത് സംബന്ധിച്ച് കൂടുതൽ വാദങ്ങളൊക്കെ നടക്കും. ഇതിപ്പോൾ വ്യാഴാഴ്ച ഈ അവന്യൂ പ്രത്യേക കോടതിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇവരുടെ EDയുടെ വാദം പൂർത്തിയായത്. ഇനിയിപ്പോൾ പ്രതിഭാഗത്തിൻ്റെ വാദം നടക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. സോണിയയ്ക്കും മകനും എതിരായ കുറ്റപത്രം കോടതി സ്വീകരിക്കുമോ അതോ തള്ളിക്കളയുമോ എന്ന് വൈകാതെ നമുക്ക് അറിയാൻ കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.